നമസ്കാരം കുട്ടികളും, സുമൻ സാറാണ്. നമ്മുടെ +2 റിസൾട്ട് വന്നു, എല്ലാവരും കണ്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. കഴിഞ്ഞ 24 വന്നപ്പോൾ 2024 റിസൾട്ട് വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മോശമായിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കഴിയുന്നതോറും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, റിസൾട്ട് ഇതിലൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു രീതി പറയുവാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പല സ്റ്റേറ്റിലെയും റിസൾട്ടുകൾ ഇതൊക്കെ തന്നെയുള്ളൂ, ഇതിലും താഴെയാണ്. നമ്മുടെ റിസൾട്ട് എന്നിട്ട് ഇച്ചിരിയൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇനിയും കുട്ടികൾ ഇച്ചിരി നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. കാരണം ഞാൻ പല പേരൻസുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത്, ഏകദേശം ഒരു 90% പേരൻസും പറയുന്നത് കുട്ടികളുടെ മൊബൈലിന്റെ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഒരു നിയന്ത്രണവും ഇല്ലാതുള്ള ഉപയോഗത്തിൽ കൂടി അവർക്ക് പഠിക്കാനുള്ള ഇഷ്ടം അല്ലെങ്കിൽ പഠിക്കാനുള്ള ടെൻഡൻസിയെ നഷ്ടപ്പെട്ടു. ആ രീതി കൂടെ പോയി പിന്നെ ഇത് തിരിച്ചു വരാനുള്ള ഒരു സമയവും കിട്ടിയില്ല. ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയം, എക്സാമിന് വേണ്ടി കിട്ടുന്ന ഈ ഒരു മാസം നന്നായിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് പഠിച്ചോണം. കാരണം ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. വരും വർഷങ്ങളിലേക്കുള്ള ഒരു നല്ലതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാം മറന്ന് എല്ലാം മാറ്റിവെച്ച് പഠിത്തത്തെ മാത്രം ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വർഷത്തെ വാല്യുവേഷൻ പ്രകാരം എങ്ങനെയാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ 2-3 വർഷത്തിനൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ വാല്യുവേഷൻ ക്യാമ്പില് ചീഫ് പറയുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ടീച്ചേഴ്സ് നോക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നാലും മാർക്ക് തരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായാലും മാർക്ക് തരും. ഇപ്പൊ അതല്ല. നമ്മുടെ ഒരു ആൻസർ കീ ഉണ്ട്, ഒരു സ്കീമുണ്ട്. ഇതിനെ വെച്ചുകൊണ്ട് തരുന്ന അതേപോലെ ആൻസർ വന്നെങ്കിലേ നമുക്ക് മാർക്ക് തരാനുള്ള രീതിയുള്ളൂ. അല്ലാതെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാർക്ക് തരില്ല. അതുകൊണ്ട് കുട്ടികൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. പണ്ടിപ്പോ ഒരു 7 കിട്ടുന്നിടത്ത് -7 കിട്ടി. ആ -7 ആയതുകൊണ്ട് ആ മൈനസിന്റെ വെച്ചുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ ഫുൾ മാർക്ക് വേണ്ട തരും. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല. -7 കിട്ടേണ്ടത് -7 കിട്ടണം, +7 കിട്ടേണ്ടത് +7 കിട്ടണം. എന്തെങ്കിൽ മാത്രമേ അവിടെ മാർക്ക് വീഴുള്ളൂ. കാരണം അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. റീവാലുവേഷൻ ഒക്കെ കൊടുത്ത് കുട്ടികളൊക്കെ ചെല്ലുമ്പോൾ ഈ തെറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട് ടീച്ചേഴ്സിന് ഒത്തിരി പഴി കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ അവരിപ്പോ തരുന്ന ആൻസർ കീയെ വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ അവർക്ക് ആ തൊല്ലയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ രീതിയിൽ കൂടെ പഠിക്കണം. അല്ലാതെ കുറച്ച് പഠിക്കുക, ഇനി എന്തെങ്കിലും വന്ന് ഇച്ചിരി എഴുതുക, ഇച്ചിരി എഴുതി മാർക്ക് കിട്ടുന്ന പരിപാടിയൊക്കെ നിന്നു. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പഠിക്കുന്നത് എത്രയാണോ അത്രയും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. അതാണ് നമ്മളൊരു എക്സാം പഠിക്കുമ്പോൾ ഒരു റെഗുലർ എക്സാം പഠിക്കുന്ന പോലെ ആവരുത്. ഈ എക്സാമിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ചാപ്റ്റേഴ്സുകൾ ഓർഡർ ആക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ക്വസ്റ്റൻ ആണ് എക്സാമിന് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ എവിടെ നിന്നാണ് കൃത്യമായിട്ട്, ഇപ്പൊ നമുക്ക് 6 മാർക്കിന്റെ 4 ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഈ 4 ക്വസ്റ്റ്യൻ നമുക്കൊരു 2 എണ്ണമെങ്കിലും കുറഞ്ഞത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ പഠിച്ചു വെക്കണം. ഇങ്ങനെ നമുക്ക് പലതും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ വളരെ ഈസി ആയിട്ട് എല്ലാ സബ്ജക്റ്റും നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പ്രിപ്പറേഷനോ അറേഞ്ച്മെന്റോ ഇല്ലാതെ ഇനിയും നമ്മൾ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഈ പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, 8, 8, 16 പണിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റിനെ പഠിക്കുമ്പോൾ, ഇപ്പൊ 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വർഷം എഴുതിയെടുക്കാനുള്ള സമയമുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇത്രയും സമയം കിട്ടിയിട്ടില്ല. ഇതിപ്പം കറക്റ്റ് ഒരു മാസം കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം വേണം, വേറെ ആൾക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് മൊബൈൽ ഇനിയും നമുക്ക് പലരും ഇപ്പം മൊബൈൽ വീട്ടില് പേരൻസ് പിടിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ കൈ കാണത്തില്ല. നിങ്ങളിത് കൊടുത്തിട്ടുണ്ടാകും. കാരണം ഈ അവസ്ഥയെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാനുള്ള ഒരു അധികാരവും ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. അവർക്ക് തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വിഷമം കണ്ടിട്ട് തരണമെന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെയാണ് കേട്ടോ. പക്ഷെ അവർക്ക് തരണമെന്നുണ്ട് താനും, പക്ഷെ നിങ്ങൾ പഠിക്കത്തില്ലല്ലോ എന്നുള്ള പ്രശ്നം കൊണ്ട് ഇത് തരാതെ വെച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് പറയണം, എനിക്കൊരു 1 മണിക്കൂർ രാവിലെ എന്തര് അല്ലെങ്കിൽ വൈകിട്ട് 1 മണിക്കൂർ ഇത്ര മതി. എന്നിട്ട് തിരിച്ച് കറക്റ്റായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കുക. ബാക്കി സമയം പഠിക്കുക. എല്ലാ കാര്യവും ശുഭം, സന്തോഷം. കാരണം വീട്ടുകാർക്ക് സന്തോഷം, നിങ്ങൾക്കും പ്രയോജനം. ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ തുടരുക. അല്ലാതെ ഫുള്ളായിട്ട് ഫോൺ അങ്ങ് മാറ്റി വെച്ച് പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് പറ്റുന്ന വരില്ല. അതുകൊണ്ട് ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഒരു എന്റർടൈൻമെന്റ് കുറച്ച് നേരത്തേക്ക് പഠിത്തത്തിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയാവണം. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം ഉറപ്പിക്കുന്ന രീതിയിൽ കൂടെ എത്ര സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ജയിക്കുന്ന രീതിയിൽ കൂടെ ജയിക്കുകയല്ല നമുക്ക് ഏകദേശം ഒരു ഡബിൾ പാസിനുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും നന്നായിട്ട് പഠിക്കുക. നമ്മളെ സപ്പോർട്ട് അതിനെല്ലാം ഉണ്ടാവും.
അപ്പൊ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും താഴെ തന്നുള്ള നമ്പറിൽ ഒന്നിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഇല്ലെങ്കിൽ കോൾ ചെയ്യാം. ഞാൻ ഒത്തിരി പേരുടെ കോൾ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ വന്നിട്ടുമുണ്ട്. നിങ്ങൾ എന്നാലും മെസ്സേജ് ചെയ്യുക, നമുക്ക് ആ മെസ്സേജ് എല്ലാം ഞാൻ നോക്കി റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാനുള്ള മനസ്സങ്ങോട്ട് രൂപപ്പെടുത്തുക. ഉടൻ തന്നെ, സമയമൊന്നുമില്ല, അല്ല 2-3 ദിവസം കൊണ്ട് ഞാൻ പതുക്കെ രൂപപ്പെടുത്തി വരുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കില്ല. ഉടൻ തന്നെ രൂപപ്പെടുത്തുക. എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്ത് പഠിക്കാനുള്ള രീതിയിൽ കൂടെ നിങ്ങൾ തയ്യാറായേ പറ്റൂ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.